തൃശൂർ ചന്തപ്പുര കോട്ടപ്പുറം ബൈപ്പാസിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കർമ്മസമിതിയുടെ സമരം 300 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പരാതി. ചന്തപ്പുരം കോട്ടപ്പുറം ബൈപ്പാസിലെ ഡിവൈഎസ്പി ജംഗ്ഷനിൽ എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടാണ് കർമ്മസമിതി സമരം നടത്തുന്നത്. സമരം 300 ദിവസം പിന്നിട്ടിട്ടും അധികൃതർ തിരിഞ്ഞു നോക്കുന്നില്ലെന്നാണ് പ്രതിഷേധക്കാർ പറയുന്നത്. ബൈപ്പാസ് 6 വരി പാതയാക്കുന്നതോടെ നൂറുകണക്കിന് ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം നഷ്ടപ്പെടുമെന്നും എലിവേറ്റഡ് ഹൈവേ വന്നാൽ മാത്രമേ പരിഹാരമാവുകയുള്ളൂ എന്നും പ്രതിഷേധക്കാർ പറയുന്നു. നമ്മളിൽ നിന്ന് അകലെയാക്കുവാൻ ശ്രമിക്കുന്ന നാഷണൽ ഹൈവേ അധികാരികളോട് ശക്തമായി പ്രതിഷേധിക്കാൻ നമ്മൾ വീണ്ടും ഒത്തുകൂടുന്നു. എലിവേറ്റഡ് ഹൈവേ കർമ്മസമിതിയുടെ സായാഹ്ന ധർണയുടെ 300ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിക്ക് സമരപന്തലിൽ നിന്നും പ്രതിഷേധ മാർച്ച് ആരംഭിക്കുന്നു. ബൈപ്പാസ് നിർമ്മാണം ആരംഭിച്ച സമയത്ത് എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് കർമ്മസമിതി സമരം തുടങ്ങിയിരുന്നെങ്കിലും സിഗ്നൽ സ്ഥാപിച്ചതോടെ സമരം താൽക്കാലികമായി അവസാനിപ്പിച്ചിരുന്നു. എന്നാൽ 6 വരി പാത നിലവിൽ വരുന്നതോടെ ജംഗ്ഷൻ പൂർണ്ണമായും അടയുകയും ടൗണിലേക്ക് കിലോമീറ്ററുകൾ ചുറ്റേണ്ടി വരും. ഈ സാഹചര്യത്തിലാണ് ഹൈവേ കർമ്മസമിതി സമരം വീണ്ടും ആരംഭിച്ചത്. വികസനം ശാപമാകാതിരിക്കാൻ എന്ന മുദ്രാവാക്യമുയർത്തിയാണ് നൂറുകണക്കിന് പ്രദേശവാസികൾ സമരം നടത്തുന്നത്. കേരള വിഷൻ ന്യൂസ്, തൃശൂർ.